കൗതുകം ഉണ്ടാക്കിയൊരു വാർത്ത കണ്ടു. നമ്മുടെ പ്രധാനമന്ത്രി മൗറീഷ്യസ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേപ്പാൾ കഴിഞ്ഞാൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു രാജ്യമാണ് മൗറീഷ്യസ് എന്നാണ് കേട്ടിട്ടുള്ളത്. അവിടുത്തെ പ്രസിഡന്റ് ധരം ഗൊബൂലിനെ പ്രധാനമന്ത്രി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബൃന്ദ ഉണ്ടായിരുന്നു കൂടെ. രണ്ടുപേർക്കും സമ്മാനം കൊടുത്തു. ബൃന്ദ ഗൊബൂലിന് ബനാറസി സാരിയാണ് കൊടുത്തത്, പിന്നെ ബീഹാറിൽ നിന്നുള്ള മധുര പലഹാരങ്ങൾ. പക്ഷേ പ്രസിഡന്റ് ധരം ഗൊബൂലിന് കൊടുത്തത് കുംഭമേളയിലെ ജലമാണ്. അതൊരു കുപ്പിക്കകത്താക്കി മനോഹരമായി പാക്കൊക്കെ ചെയ്ത് കൊടുത്തു. അതിൻ്റെ വാർത്ത ഇന്ന് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഒരു മൊന്ത പോലെ ഒരു കുംഭത്തിലാക്കി കൊടുത്തു. അതിപ്പോൾ ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ കുംഭമേളയിലെ ജലം കൊടുത്തുന്ന ഇൻവെർട്ടർ കോമയൊക്കെ ഇട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഒരു കളിയാക്ക് പോലെ. ഈ കുംഭമേളയിലെ ജലം ഒരു ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ വേറൊരു രാഷ്ട്രത്തലവന്, അത് ഹിന്ദു മതവിശ്വാസിയായ ഒരു രാഷ്ട്രത്തലവന് കൊടുത്താൽ കളിയാക്കാൻ മാത്രം വല്ലതുണ്ടോ? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. 2013 മൗറീഷ്യസ് പ്രധാനമന്ത്രി കുംഭമേളയ്ക്ക് വന്നിരുന്നു. അത് ഇദ്ദേഹം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മ. ഇത് പ്രസിഡൻ്റാണ്? യെസ്, പ്രസിഡൻറ്റ് വന്നിരുന്നു. പ്രസിഡൻറ്റോ പ്രധാനമന്ത്രി, എനിവേ അവിടുത്തെ നമ്പർ 1 or നമ്പർ 2 കുംഭമേളയ്ക്ക് വന്നിട്ട് കണ്ണ് നിറഞ്ഞ് തിരിച്ചുപോയി. മുങ്ങാൻ പറ്റിയില്ല. അത്രയധികം മലിനമായിരുന്നു ഗംഗ. അന്നും നമ്മളുടെ ആൾക്കാർ മുങ്ങിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ ഏത് ചെളിവെള്ളമാണെങ്കിലും ഗംഗയാണല്ലോ എന്ന് പറയുന്നു. പക്ഷെ അവർക്കത് വലിയ പ്രയാസം. അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഗംഗ ഇങ്ങനെ മലിനമായി കിടക്കുന്നത് കൊണ്ട് അതിൽ മുങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ട് കണ്ണ് ചെറുതായിട്ടൊന്ന് നനഞ്ഞു തിരിച്ചുപോയി. അപ്പം ഇത് യോഗിക്കറിയാം, മോദിക്കറിയാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇത് കൊണ്ട് കൊടുത്തത്. അത് യോഗി പിന്നീട് പറയുകയും ചെയ്തിരുന്നു, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല, ഗ്യാരൻറ്റീഡാണ്. അപ്പം ആ ഗ്യാരൻറ്റി ആണ് മോദി കൊണ്ടുപോയി കലശത്തിൽ നിറച്ച് സമ്മാനിച്ചത്. യെസ്, ഇറ്റ് വാസ് ഡർട്ടി വൺസ് അപ്പോൺ എ ടൈം, ബട്ട് നൗ ഇറ്റ് ഈസ് പ്യുവർ ആൻഡ് ക്ലീൻ. ആ ഒരു വൈകാരികമായ മൗറീഷ്യസ് ഒരു നല്ല ഹിന്ദു അന്തരീക്ഷമുള്ള രാജ്യമാണ്. ബീഹാറികളാണ് കൂടുതൽ. സൗത്ത് ആഫ്രിക്കൻ ഭാഗത്തുള്ള ഒരു ദ്വീപാണ് മൗറീഷ്യസ്. ബീഹാറിൽ നിന്ന് പണ്ടെന്നോ ചരിത്രാതീത കാലത്ത് പോയി താമസിച്ചവരും പിന്നെ ബീഹാറികളുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടുതൽ ബീഹാറികൾ അവിടെ പോവുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ധാരാളം പേരുള്ള സ്ഥലമാണ് മൗറീഷ്യസ്. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലുമാണ്. അപ്പോൾ ആ ഒരു വൈകാരികമായ മുഹൂർത്തം ഓർമ്മ വെച്ചിട്ടാണ് മോദി ഇത് കൊടുത്തത്. ദേശാഭിമാനിയെപ്പറ്റി എന്ത് പറയാനാണ്? പക്ഷേ ദേശാഭിമാനി കൊടുത്ത ഇൻവെർട്ടർ കോമ നന്നായി. അതുകൊണ്ട് അത് കേട്ടപ്പോഴാണ് എനിക്ക് പഴയ സംഭവം ഓർമ്മ വന്നത്. അതാണ് എനിക്ക് പ്രസിഡൻ്റാണോ പ്രധാനമന്ത്രിയാണോ എന്ന് ഓർമ്മയില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇത് കൊണ്ട് കൊടുത്തത്. അതെ. അപ്പോൾ ഏതായാലും സംഭവം ഇങ്ങനെ ഉണ്ടായി. ഇത്തവണ യോഗി അത് പ്രത്യേകം പറയുകയും ചെയ്തു ഒരു ഇൻ്റർവ്യൂവിൽ. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. അപ്പോൾ അത് വൈകാരികമായൊരു ബന്ധമാണ് നമ്മളും മൗറീഷ്യസും തമ്മിലുള്ളത്. അതുകൊണ്ട് മൗറീഷ്യസിൻ്റെ ടോപ്പ് മോസ്റ്റ് അവാർഡ്, അതിൻ്റെ പേര് പത്രത്തിൽ കമാൻഡർ ഓഫ് എന്തോ വലിയ നീളം പേരാണ്, അത് അവർ മോദിക്ക് സമ്മാനിച്ചു. അവർ സ്പെഷ്യലായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു മാത്രമല്ല, അവരുടെ പാർലമെൻറ്റിൽ അവരുടെ പ്രധാനമന്ത്രി ഇത് അനൗൺസ് ചെയ്തു മോദിയുടെ വരെ. പുള്ളി പറഞ്ഞു, ഇത്തവണ നമ്മളുടെ ചടങ്ങിന് വരുന്നത് നൺ അതർ ദാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി. അതിൻ്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ പാർലമെൻറ്റിൽ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കും. ആസിഫ് എന്തോ ഉലക നായകനെ നമ്മൾ ക്ഷണിച്ചു, അങ്ങേര് വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ ഇതെല്ലാം ഒരു ബേസിക്കലി അവർ ഇപ്പോൾ ഇന്ത്യൻ ഒറിജിനാണല്ല, അതിൻ്റെ ഒരു മമതാബന്ധം അവർക്കും ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് മോദി അവിടെ പോവുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പലരും മോദി മൗറീഷ്യസിൽ പോയത് കവർ ചെയ്തിട്ട് പോലുമില്ല. ഈ ഗംഗാജലം കൊടുത്തതായിരിക്കാം ഒരു ഒരു കാര്യം എല്ലാവരും ഓർക്കണം. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നായനാരും പേര് കൊണ്ടെങ്കിലും. അങ്ങേര് പോപ്പിനെ പോയി കണ്ടിട്ട് കൊടുത്ത സമ്മാനം ഭഗവത്ഗീതയായിരുന്നു.
കൂടുതലൊന്നും പറയണ്ട. ഭഗവത്ഗീതയെപ്പറ്റി നമ്മുടെ CG സദാശിവൻ പണ്ട് അരൂരിൽ നിന്നൊക്കെ മത്സരിക്കുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CG സദാശിവൻ പറഞ്ഞു, അമ്മാവനെ കൊന്നവൻ പറഞ്ഞ വാക്കുകളാണ്, എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ, അമ്മാവനെ കൊന്നവൻ്റെ വേദാന്തമാണ് ഭഗവത്ഗീത. ശരിയല്ലേ? കൃഷ്ണൻ കംസനെ കൊന്നു, പിന്നീടാണ് ഗീതയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ബേസിക്കലി അമ്മാവനെ കൊന്നവൻ. ഇപ്പോൾ ഇത് മലയാളം പാട്ടിൽ വന്നിട്ടുണ്ട്, മാമനെ കൊന്നവൻ ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ മഞ്ഞമുണ്ട് മടക്കി കുത്തി ഇറങ്ങി വാടാ ഗുരുവായൂരപ്പൻ, അങ്ങനെ എന്തോ പറഞ്ഞു. ഇതൊക്കെ വഷള പരിപാടി. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാവും. ഞാനതാ പറഞ്ഞു, നമ്മളെ പുളിയറക്കോണം ബർഖാദത്താണെങ്കിലും ഒരു തവണ കുംഭമേളയ്ക്ക് പോയി ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കിട്ടും, ഈ പ്രശ്നമെല്ലാം മാറിക്കിട്ടും. ദേശാഭിമാനിക്കാരും അത് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിലൊക്കെ ഇവരുടെ അസഹിഷ്ണുത, അസൂയ, നിസ്സഹായ അവസ്ഥ, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെയാണ് പുറത്തു വരുന്നത്. ആ രണ്ട് ഇൻവെർട്ടർ കോമായിട്ടത്. ഞാനൊന്ന് അല്പം ഒന്ന് വഴിതെറ്റി ഒരു കാര്യം ചേട്ടനോട് ചോദിക്കാൻ. നമ്മളൊന്ന് സംസാരിച്ചതാണ്, പക്ഷേ നമ്മളൊരു ടോക്ക് ഷോയിൽ വന്നില്ല. അതായത് ഈ വിവാദം, ഈ കുറേ ആളുകൾ ഗംഗ മലിനമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗംഗയിലെ ജലം മോശമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഇറക്കി. അത് അനുചിതമല്ലേ? ആ സമയത്ത് അതിൻ്റെ സമയം അതായിരുന്നു. ഇല്ല, അവർ പീരിയോഡിക്കലി അങ്ങനെ ചെയ്യുന്നതാണ്. അത് നെക്സ്റ്റ് ഡേ തന്നെ യോഗി അത് തിരുത്തുകയും ചെയ്തു. ആ റിപ്പോർട്ട് തെറ്റാണ്, നിങ്ങൾ എടുക്കേണ്ട സ്ഥലത്തല്ല സാമ്പിൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ അത് കറക്റ്റ് ചെയ്തു. പക്ഷേ അത് വലിയ തോതിൽ ആയുധമാക്കപ്പെട്ടു. ഈ ആയുധമാക്കപ്പെട്ടു എന്ത് ചെയ്യും? അല്ല, അവർ എടുക്കേണ്ട സ്ഥലത്തല്ല എടുത്തതെങ്കിൽ അത് ഡെലിബറേറ്റായ അതിനകത്തൊരു ഈവിൾ മോട്ടീവ് ഉണ്ടെന്ന് കരുതി. ഈവിൾ മോട്ടീവ് ആവാം, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാതെ ചെയ്തതാവാം, എന്തുമാകാം. ആ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ യോഗി കറക്റ്റീവ് ആക്ഷൻ എടുത്തു. അവർക്ക് മെസ്സേജ് കൊടുത്തു, നിങ്ങളുടെ സാമ്പിൾ കളക്ഷൻ തെറ്റാണ്, നിങ്ങളുടെ റീഡിങ് തെറ്റാണ്, യു കം ഹിയർ, ഐ വിൽ ഡെമോൺസ്ട്രേറ്റ്. അത് ശരിയാണ്. ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇപ്പോൾ 11 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുമ്പോഴും ചില ഏജൻസികൾ ഇങ്ങനെയൊക്കെയാണ്. ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നു. 11 വർഷം ഭരിച്ച് ഈ യു ആർ ഇൻ ഓഫീസ് നോട്ട് ഇൻ പവർ എന്നുള്ള സ്ഥിതി പല സ്ഥലത്തുമുണ്ട്. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആളുകളെല്ലാം അങ്ങ് മാറി, എല്ലാം സ്ട്രേറ്റിന്. അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനൊക്കെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതാണ്. അതെ, നിയമിക്കുന്ന എന്ന് വെച്ച് അതിനകത്തൊക്കെ ഉള്ളവരെല്ലാം വളരെ മാന്യന്മാരും ഇതുമൊക്കെയാണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർമാരൊക്കെ ഇത് റിപ്പോർട്ട് തയ്യാറാക്കി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ അതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരിക്കും. അവരൊക്കെ കണ്ടിട്ട് വേണം ഇതൊക്കെ പുറത്തു പോകാൻ. ഇല്ല, അത്രയൊന്നും ഫോർമാലിറ്റി ഇല്ല അതിന്. അത് പ്രാഥമികമായിട്ട് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് തന്നെ പുറത്തു പോകും. അത് ഇന്നാൾ കണ്ടുപിട്ട് അതിൻ്റെ ചെയർമാൻ കാണാൻ അങ്ങനെയൊന്നുമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനൊക്കെ വലിയ പൊക്കത്തിലിരിക്കുകയല്ലേ. ഇത് താഴത്തെ ലെവൽ ലീക്ക് ചെയ്ത് കൊടുത്തതാണെന്നും ആവാം, ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തതാവാം, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എപ്പോഴും ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പാരാവാരത്തിൽ എത്രയോ ടൈപ്പ് ആൾക്കാരിരിക്കുന്നു. അവർക്ക് ചിലപ്പോൾ ഇതിൽ രാഷ്ട്രീയം പോലും കാണില്ല. വ്യക്തിപരമായിട്ട് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് കുംഭമേളയോട് വെറുപ്പാണ്. സപ്പോസ് അയാൾ വേറൊരു മതത്തിൽപ്പെട്ടാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ പൊതുവേ ഇതിനോടൊക്കെ വിരോധമുള്ള ഒരു ടൈപ്പ് മനോഭാവമുള്ളവരുണ്ടല്ലോ. അപ്പോൾ അയാളൊന്നും പിന്നെ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ബഹളം വയ്ക്കാം. നെക്സ്റ്റ് ഡേ യോഗി അത് ശാസ്ത്രീയമായിട്ട് തന്നെ അല്ല, യോഗിയുടെ പ്രസ്താവനയൊന്നുമല്ല, ശാസ്ത്രീയമായിട്ട് തന്നെ റീടെസ്റ്റ് ചെയ്ത് റീകാലിബ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് റീഡിങ് പുറത്തു വിട്ടു. നത്തിങ് റോങ് എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ബട്ട് ദെൻ ദർ ആർ മോൾസ് ഹിയർ ആൻഡ് ദർ. അത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ അവർ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. ജുഡീഷ്യറിയിലുണ്ടാകും, എക്സിക്യൂട്ടീവിലുണ്ടാകും. ഏതായാലും കുംഭമേള ജലം മൗറീഷ്യസിലെത്തി. അവർ അത് വളരെ വികാരവായ്പോടെ സ്വീകരിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചില ആളുകൾക്കാണ് ഈ പുളി റെക്കോർഡത്തൊക്കെ ഇരിക്കുന്ന ചില ആളുകൾക്കാണ് ഇത് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.